മഴ തോരും മുമ്പേയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അലീന പാത്രമൊക്കെ കഴുകി അവിടെ കമഴ്ത്തി വെക്കുന്നു. അപ്പോൾ ആ സമയത്ത് ഫോൺ ചെയ്യുന്നുണ്ട് ശരണ്യനോട്. മോളെ നീ അവിടെ ഉണ്ടോ എന്ന് ചോദിക്കും. ഉണ്ട് ചേച്ചി, എന്തേന്ന് ചോദിക്കും. അല്ല, എനിക്ക് അങ്ങോട്ട് വരാനായിട്ട്. ചേച്ചി എപ്പോൾ വരാം? ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാടി, ഇവിടെ കുറച്ച് പണികളുണ്ടെന്ന് പറയും. ചേച്ചി വേഗം വൈകി, ചേച്ചിനെ കാണാൻ കൊതിയാവണമെന്ന് പറയും. ശരി എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കും. അതിനുശേഷം ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് ചെല്ലും. ബാലചന്ദ്രൻ അപ്പം ബിസിനസ് കാര്യങ്ങളൊക്കെ ഗോവർദ്ധനോട് സംസാരിക്കുന്ന സമയമായിരിക്കും. അത് കഴിയുമ്പോൾ പറയും, അച്ഛാ എന്ന് പറയും. കയറി വാടി മോളെ എന്ന് പറയും. എന്താ, എന്തോ സാധിക്കാനുണ്ടല്ലോ എന്ന് പറയും. എന്താ അച്ഛാ അങ്ങനെ പറയണത്? ഒന്നിലേ നീ ഉപദേശിക്കാനാവും മുകളിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ ചായയോ ജ്യൂസോ ഒക്കെ ആയിട്ട് എന്തെങ്കിലും കാര്യം സാധിക്കാനായിട്ടോ. ഇതെന്താന്ന് ചോദിക്കും. ഇത് രണ്ടും ഉണ്ടെന്ന് പറയും. പറയ് എന്നാൽ കേൾക്കട്ടെ എന്ന് പറയും. അച്ഛൻ എനിക്ക് ശരണ്യയുടെ അടുത്തേക്ക് ഒന്ന് പോകണമെന്ന് പറയും. എന്താ പെട്ടെന്ന്? യാത്ര പറയണ്ട അച്ഛാ, പോകുകയല്ലേ എന്ന് പറയും. ഇനി അവളെ എപ്പോഴും കാണാൻ പറ്റുന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ എന്ന് പറയും. ഓ അങ്ങനെയല്ലേ എന്ന് പറയും. അച്ഛാ, ഞാൻ പോയി കഴിഞ്ഞാൽ ശരണ്യയുടെ കാര്യം അച്ഛൻ മറക്കരുതിട്ടാന്ന് പറയും. നീ പോയി അപ്പം തന്നെ ആദ്യ ലിസ്റ്റിന് പേര് കിട്ടുന്നത് ശരണ്യരെന്ന് പറയും. അച്ഛാ തമാശ പറയല്ലേ എന്ന് പറയും. എടി മോളെ, ഞാനതൊക്കെ മറക്കുമോയെന്ന് ചോദിക്കും. നമ്മുടെ രോഹിത്തിന് ജീവിതം തിരിച്ചു തന്നാണ് അവൾക്ക് എന്തോരം പഠിക്കാൻ പറ്റുന്നോ അത്രത്തോളം അവൾ പഠിക്കണം. അതാണ് എൻ്റെ ആഗ്രഹം അച്ഛാന്ന് പറയും. അവൾ പഠിച്ചോട്ടെ മോളെ, അവൾ എത്ര വേണേലും പഠിച്ചോട്ടെ, ഞാൻ അവളെ കാര്യങ്ങൾ നോക്കിക്കോളാം. നീ അത് ആലോചിച്ച് ഒന്നും വിഷമിക്കേണ്ടെന്ന് പറയും. എപ്പോഴാണ് പോണേ, എങ്ങനെ പോകണമെന്ന് ചോദിക്കും. രോഹിത്തിന് സൗകര്യം ഉണ്ടെങ്കിൽ രോഹിത്തിൻ്റെ കൂടെ പോവും, അല്ലെങ്കിൽ ഞാൻ ബസ്സിന് പോയിട്ട് അവരുടെ വീട്ടിലേക്ക് ഓട്ടോയിൽ പോകും. ശരി മോളെ, അങ്ങനെ ആയിക്കോട്ടെ, മോള് പോയിട്ട് വാന്ന് പറയും. അങ്ങനെ പിന്നെ കാണിക്കുന്നുണ്ട് ഡൈനിങ് ടേബിൾ അവിടേക്ക് ഫുഡൊക്കെ കൊണ്ടുവയ്ക്കുന്നു. അപ്പോൾ ബബിതയ്ക്കുള്ള ലഞ്ച് ബോക്സൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഞാൻ പറയും, ബബി നീ ഭക്ഷണം കഴിച്ചോന്ന് ചോദിക്കും. ചേച്ചി എനിക്ക് നേരെ ഇല്ല കഴിക്കാൻ, ഞാൻ രാവിലെ ചായക്ക് റസ്ക് കഴിച്ചതല്ലേ, അത് മതി എന്ന് പറയുന്നത്. മര്യാദയ്ക്ക് ഇന്ന് കഴിച്ചിട്ട് പോയാൽ മതിട്ടാ, എന്നിട്ടുള്ള നേരം മതി എന്ന് പറയും. ചേച്ചിയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞ് നമ്മുടെ അലീനെ തന്നെ പ്ലേറ്റിലാക്കി വിളമ്പിയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൃഷ്ണമോൾ വന്നിട്ട് പറയും, എനിക്കും വാരി തരുമെന്ന് ചോദിക്കും. നീ ഇവിടെ ഇരിക്കും, നിനക്കും വാരി തരാമെന്ന് പറയും. അങ്ങനെ ചേച്ചി അനിയത്തിക്ക് വാരി കൊടുക്കണം. കീരിയും പാമ്പും പോലെ ഇരുന്നിരുന്ന അവരെ അങ്ങനെ ആക്കിയെടുത്തത് അലീനയാണ്. അപ്പോൾ അലീന കാഴ്ച സന്തോഷത്തോടെ കാണണം. എനിക്ക് ശരണ്യയുടെ അടുത്തേക്ക് ഒന്ന് പോകണമെന്ന് പറയും. അതെന്തിനാ കൂടെ ഇടയ്ക്ക് ശരണ്യനെ കാണാൻ പോകണമെന്ന് ചോദിക്കും. അത് ഷാജിയേട്ടനെ കാണാൻ പോകണമെന്നാണോ ചോദിക്കും. ദേ ബബി, എന്നെ അടി കിട്ടൂട്ട് ആവശ്യമില്ലാത്ത പറഞ്ഞാലേ. ഷാജിയേട്ടൻ്റെ പേര് കേട്ട മനുവേട്ടന് ചൊറിയൂട്ടാന്ന് പറയും. നിങ്ങൾ എന്തെങ്കിലും പറയുമെന്ന് പറഞ്ഞാൽ ഇന്ന ദേഷ്യത്തോടെ അങ്ങോട്ട് പോകും. അപ്പോൾ ഇതിന് രോഹിത്ത് വരും. അപ്പോൾ രോഹിത്ത് വരുമ്പോൾ അനിയത്തിമാർ യാത്രയൊക്കെ പറഞ്ഞ് പോകും. എന്നിട്ട് പറയും, രോഹിത്തെ നിനക്കിപ്പോൾ എവിടെയെങ്കിലും പോകാനുണ്ടോ എന്ന് ചോദിക്കും. പോകണം, ഇന്ന് ഫ്രഷ് ഡേ ആണ്, അതുകൊണ്ട് കോളേജിലേക്ക് പോകണം ചേച്ചി എന്ന് പറയും. ആണോ, എനിക്ക് ശരണ്യയുടെ വീട്ടിലേക്ക് ഒന്ന് പോകണം എന്ന് പറയും. അയ്യോ, ഞാൻ പോകുന്നതിനായിരുന്നു, പക്ഷേ ഉച്ചയ്ക്ക് പോയാൽ മതിയെന്ന് ചോദിക്കും. ഇല്ലടാ, നേരത്തെ പോകണം, നാളെ പോയാലോ എന്ന് ചോദിക്കും. നാളെ ഒട്ടും പോകാൻ പറ്റില്ല എന്ന് പറയും. അതെന്താന്ന് ചോദിക്കും. നാളെ ഞാൻ പോകണമെന്ന് പറയും. പോണേക്കാൾ മുന്നേ യാത്ര പറയണ്ടേന്ന് പറയും. ഓ അങ്ങനെയല്ലേ എന്ന് പറയും. അപ്പോഴത്തേനും രോഹിത്തിൻ്റെ കണ്ണൊക്കെ നിറയും. രോഹിത്തിന് മനസ്സിലാവും അലീന ചേച്ചി പോകണ്, അത് പറയാൻ വേണ്ടിയിട്ടാണ് ശരണ്യയുടെ അടുത്തേക്ക് പോകണേന്ന്. സാരില്ല ചേച്ചി റെഡിയാവും, ഞാൻ ബസ് സ്റ്റോപ്പിലാക്കി തരാം, എന്നിട്ട് ഞാൻ കോളേജിലേക്ക് പൊക്കോളാന്ന് പറയും. അങ്ങനെ ശരിയെന്ന് പറയും. അതിനുശേഷം പിന്നെ കല്യാൺ സിൽക്കിൽ ഒരു കവറൊക്കെ ശരണ്യയ്ക്കും ഉണ്ട്. അതും കൊണ്ടാണ് അലീന പോണത്. അപ്പോഴത്തേനും പട്ടി ഓടി വരുന്ന പോലെ ഓമനക്കുട്ടനെ ഓടി വരുന്നുണ്ട്. പേടിച്ചിട്ട് അലീന പെട്ടെന്ന് തിരിഞ്ഞു. നീയായിരുന്നോ, ഞാൻ പേടിച്ച് പോയല്ലടാന്ന്. ഞാൻ ചേച്ചിനെ കണ്ടപ്പോൾ ഓടി വന്നാണെന്നറിയും. ചേച്ചി ഞങ്ങളുടെ വീട്ടിലേക്ക് അല്ലേ എന്നറിയും. അല്ല, ഞാൻ ഷാജിയുടെ വീട്ടിലേക്ക് എന്ന് പറയും. ആണോ, എന്നാൽ ഞാനില്ല എന്നറിയേ. നീ വാടാന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടോ. എന്നിട്ട് പിന്നെ അവരമ്മ അതുപോലെ തന്നെ ഓമനക്കുട്ടനും എല്ലാവരും ഭയങ്കര സ്നേഹത്തോടെ സന്തോഷത്തോടെയൊക്കെ സംസാരിക്കും. അപ്പോൾ അലീനെ ഓടി വന്ന് ശരണ്യെ കെട്ടിപ്പിടിക്കും. അതിനുശേഷം പിന്നെ ചിന്നുമോളെയൊക്കെ കാണിച്ചു കൊടുക്കുന്നു. ചിന്നുമോളുടെ വിശേഷങ്ങളൊക്കെ പറയും. പിന്നീട് ഊണ് കഴിക്കാൻ എല്ലാവരും കൂടി ഇരിക്കും. ഊണ് കഴിച്ച് പകുതി ആകുമ്പോഴത്തേനും അലീന പറയണേ, ഞാനൊരു കാര്യം കൂടി പറയാൻ വേണ്ടി വന്നതെന്ന് പറയും. എന്താ ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ ഞാൻ നാളെ ഇവിടുന്ന് പോകണമെന്ന് പറയും. ചേച്ചി എന്തിനാ ഈ വീട്ടിൽ നിന്ന് പോകണേന്ന് പറയും. അത് ഒന്നുമല്ല മോളെ, ഇവിടെ കുറച്ച് നാളായാലും നിൽക്കണേ, ഇനി ഞാൻ വേറൊരു വീട്ടിലേക്കാണ് പോണത്. അതോടുകൂടി ശരണ്യ ആകെ വിഷമിക്കും. ചേച്ചി എവിടേക്കാണ് പോണേന്ന് ഗോപൻ ചോദിക്കും. അപ്പോൾ ഗോപനും അലീനനായിട്ട് നല്ല സെറ്റായിട്ടുണ്ട്, ഇപ്പോൾ വിഷമമൊന്നുമില്ല, ഞാൻ കുളത്തൂപ്പുഴയിൽ നിന്ന് അച്ഛൻ പറഞ്ഞതെന്ന് പറയും. അപ്പോൾ ഓമനക്കുട്ടൻ ചോദിക്കും, അച്ഛനോ എന്ന് ചോദിക്കും. അപ്പോൾ അമ്മ പറയും, അതെ, അവിടുത്തെ കുട്ടികളുടെ അച്ഛനെ അലീന അച്ഛാന്നാണ് വിളിക്കുന്നത്. ഞാനാകെ അതിശയിച്ച് പോയി എന്ന് പറഞ്ഞപ്പോൾ, ഞാനിപ്പോൾ ഇവിടുത്തെ അച്ഛനല്ലേ വിളിക്കുന്നത്, ഞാനെല്ലാവരെയും അങ്ങനെ വിളിക്കുള്ളൂ എന്ന് പറഞ്ഞില്ല. അപ്പോഴത്തേനും നമ്മുടെ ശരണ്യ വേണമെങ്കിൽ എഴുന്നേറ്റ് പോകും. അത് സാരില്ല, നിങ്ങൾ ഭക്ഷണം കഴിക്കും, ഞാൻ അവളെ സമാധാനിപ്പിച്ചോളാം എന്ന് പറയും. അങ്ങനെ ശരണ്യനെ സമാധാനിപ്പിക്കുന്നു. മോളെ, പോകാണ്ട് പറ്റില്ല എന്ന് പറയും. ഞാൻ എവിടെ പോയാലും നിന്നെ കാണാൻ വരും,
ചേച്ചി എന്നെ മറക്കുമോ? പിന്നീട് എനിക്ക് മറവിയല്ലേ നിന്നെ അങ്ങോട്ട് മറക്കാൻ. ഞാൻ മാസത്തിൽ ഒരു ദിവസം എന്തായാലും വരാമെന്ന് പറയും. മാസത്തിൽ 2 ദിവസം വരാൻ പറ്റുമോ ചേച്ചി എന്ന് ചോദിക്കും. അതവിടെ ചെന്നിട്ട് അവർ ജോലി ലീവ് തരുമോ എന്നൊക്കെ അറിയട്ടെ മോളെ. അതിന് ശേഷമല്ലേ അങ്ങനെ തീരുമാനിക്കാൻ പറ്റുള്ളൂ. എന്തായാലും നിന്നെ ഞാൻ മറക്കില്ല. പിന്നെ നീ എനിക്കൊരു വാക്ക് തരണം. നീ എനിക്ക് ജയിക്കണം എന്നുണ്ടെങ്കിൽ നീ ജയിക്കണം. നീ എത്രത്തോളം പഠിക്കണം, നീ പഠിച്ചൊരു ജോലി വാങ്ങണം. എന്നാലേ ഞാൻ ജയിച്ച പോലെ ആവുള്ളൂ എന്ന് പറയും. ആ ചേച്ചി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം, എത്ര വേണമെങ്കിലും പഠിക്കാമെന്ന് പറയും. അങ്ങനെ അലീനനെ കെട്ടിപ്പിടിച്ച് കരയാണ് നമ്മുടെ ശരണ്യ. പിന്നെ പ്രമോഭാഗങ്ങളൊക്കെ കാണിക്കുന്നത് അതിൽ നമ്മുടെ ബാലചന്ദ്രൻ മക്കളെല്ലാം വിളിച്ചിരുത്തി പറയുന്നത് നാളെ അലീന പോകണ് എന്ന് പറയണേ. അപ്പോൾ പോകുന്നതിൻ്റെ കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ആരോടും ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ പറയും. അങ്ങനെ അവരെല്ലാവരും ഇങ്ങനെ ഷോക്കഡായി നിൽക്കുകയാണ്. രോഹിത്തിൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞൊഴുകുന്നുണ്ട്. എന്തായാലും ശരണ്യരോട് നേരെ അലീന പോയത് കൊല്ലപ്പള്ളിയിലേക്ക്. അവിടെ ചെന്നപ്പോൾ മനു ഉണ്ടായിരുന്നു. മനു പറയും, ഓ യാത്ര പറയാൻ വന്നതാണല്ലേ എന്ന് പറയും. മനേട്ടാ ഞാൻ എന്ന് പറയുമ്പോൾ, ആ വേണ്ട വേണ്ട പറയാൻ വിഷമിക്കൊന്നും വേണ്ട, പറഞ്ഞു കഴിഞ്ഞില്ലേ ഇനി പൊക്കോ എന്ന് പറയുന്നത്. മനു ആകെ പിണങ്ങിന് ഇടം തിരിഞ്ഞ് നിൽക്കണ്. അതിനുശേഷം നേരെ പോണ വൈജയന്തിയുടെ അടുത്തേക്കിന്. വൈജയന്തിയുടെ അടുത്ത് ചെന്നപ്പോൾ വൈജയന്തി പറയും, നീ ഒരു കാലത്തും ഗുണം പിടിക്കൂല, നീ ഇവിടെ നിന്നല്ല, നീ എവിടെ പോയാലും ഗുണം പിടിക്കൂല എന്ന് പറയും. അപ്പോൾ അലീന പറയും, ഞാൻ ആ വീട്ടിൽ നിന്ന് ഓരോ നിമിഷം ഇറങ്ങാമെന്ന് വിചാരിച്ചാണ് ഇറങ്ങാണ്ടിരുന്നിരുന്നത്, മേഡത്തിന് വേണ്ടിയിരുന്നു പറയും. മേഡവും ജീവിച്ചിട്ടില്ലേ ഒരു ആളുടെ കൂടെ 22 വർഷങ്ങൾക്ക് മുന്നേ ആഗ്രയിൽ വെച്ചിട്ട്. മേഡം ഒരു ജീവിതം ജീവിച്ച് തീർത്തത് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കും. അത് കേട്ടോടുകൂടി നമ്മുടെ വൈജയന്തി ആകെ ഷോക്കായി നിൽക്കണ്. അപ്പോൾ ഇവൾക്ക് എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാലോ എന്ന് പറയും. പിന്നെ പറയുന്നത് അലീന എങ്ങനെയാണ്, അതായത് മേഡൻ്റെ അമ്മയായിരുന്നു എന്ന് പറയുന്നുണ്ട്. അത് ഇനി ഏതർത്ഥത്തിലെന്നറിയില്ല. എന്തായാലും സ്വന്തം മോളെന്നുള്ള കാര്യം അലീന അറിയിച്ചിട്ടില്ല. അമ്മയായിരുന്നു എന്ന് പറഞ്ഞത് അമ്മനെ പോലെ കണ്ടിരുന്നു എന്ന് മാത്രമാണോ എന്നറിയില്ല. എന്തായാലും വൈജയന്തിയുടെ എല്ലാ കഥകളും അലീനയ്ക്ക് അറിയാമെന്ന് മനസ്സിലായതോടെ വൈജയന്തി ആകെ തകർന്ന് തരിപ്പണായി നിൽക്കുന്നൊരു ഭാഗമാണ് പ്രൊമോയിൽ കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.